നമുക്ക് എക്കണോമിക്സ് സിലബസ് ഇത്രയും കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇതായിരിക്കും അല്ലെ. ഈ ഫസ്റ്റ് കാണുന്ന പിക്ചറിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ അവസ്ഥയായിരിക്കും നിങ്ങളത്. കാരണം സിലബസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. ഒരു 50 to 60 ഡേയ്സ് ബാക്കി നിൽക്കെ സിലബസ് ചേഞ്ച് ചെയ്തു. ഒരുപാട് കവർ ചെയ്യാനുണ്ട് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം. ആകെ 2 മൊഡ്യൂൾ ആയിരുന്നു ഫസ്റ്റത്തെ സിലബസിൽ, പഴയ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സിലബസിൽ നമുക്കത് 7 മൊഡ്യൂൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ നമ്പർ നോക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ സിമിലർ ഉള്ളതും നിങ്ങൾ പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം ഇറ്റ് കംസ് ടു ദ സിലബസ്. പിന്നെ ടൈം ഭയങ്കര കുറവാണ്. എവിടെ നിന്നും തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങളിപ്പം. പക്ഷെ ഐ എം ഷുവർ ദാറ്റ് വിത്ത് ദി എൻഡ് ഓഫ് ദിസ് വെബിനാർ നിങ്ങളെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടാവും. എക്കണോമിക്സിന് മാത്രമല്ല, നമുക്ക് കൊമേഴ്സും അതുപോലെ തന്നെ മാത്തമാറ്റിക്സും ബോത്ത് വിഷ്ണു സാറും അതേപോലെ അനന്ത് സാറും വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കവർ ചെയ്യണം, ഓരോ സ്ട്രീമുകാരും ഓരോ സബ്ജക്റ്റുകാരും എങ്ങനെ ഓരോന്നും ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു തന്നു അല്ലെ. സോ ഇനി എക്കണോമിക്സും അതുപോലെ ഇനി സ്റ്റാറ്റിസ്റ്റിക്സും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബിനാർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടാവും. ഓക്കെ, അതായത് ക്ലിയർ ഫോക്കസ് നിങ്ങൾ എന്തിലൊക്കെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു ഇഫക്റ്റീവ് സ്ട്രാറ്റജി, നിങ്ങൾക്ക് എന്ത് ഇഫക്റ്റീവ് സ്ട്രാറ്റജി കൊടുത്താലാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു എക്സാം എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു പുട്ട് എ കൺസിസ്റ്റന്റ് എഫേർട്ട്. ഓക്കെ, ഒരു കൺസിസ്റ്റന്റ് എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെറ്റർ റിസൾട്ട്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എക്കണോമിക്സ് സിലബസിലേക്കൊന്ന് കടക്കാം. ഓക്കെ, സിലബസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ടിപ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമുക്ക് 7 മൊഡ്യൂൾസ് ആണ് പുതിയ സിലബസ് പ്രകാരം വന്നിട്ടുള്ളത്. ആൻഡ് 25 മാർക്സ് ആണ്. എല്ലാ സബ്ജക്ട്സും ഈക്വലി എന്താക്കിയിട്ടുണ്ട്, ഈക്വൽ മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ 25 മാർക്സ് ആണ്. പക്ഷെ നമുക്ക് മൊഡ്യൂൾ 1 ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക് തിയറി, ദാറ്റ് ഇസ് മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് ആണ്. അതായത് 4 മാർക്കാണ് മൈക്രോ ഇക്കണോമിക് തിയറിയിൽ നിന്ന് വരുന്നത്. ഈ ഒരു മൊഡ്യൂള് ഇക്കണോമിക്സുകാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബോത്ത് എക്കണോമിക്സ് എല്ലാത്തവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഇതിലുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ടു കൺസ്യൂമർ ബിഹേവിയർ. വേറൊരു കാര്യം ഞാൻ ഈ സിലബസിൽ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി സിലബസ് കാണാറ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഓർ തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനറൽ ടോപ്പിക് കൊടുക്കും. അപ്പൊ അതിൽ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ വൈഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു സമയക്കുറവ് ഉള്ളത് കൊണ്ടാവാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം കൺസ്യൂമർ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഓർഡിനൽ, കാർഡിനൽ, റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ഇത്തരം അനാലിസിസ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് IC, ഇൻഡിഫറൻസ് കർവ് ആൻഡ് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ടു കൺസ്യൂമർ ബിഹേവിയർ. ഇത് ആർക്കും പഠിച്ചെടുക്കാം. കൺസ്യൂമർ സർപ്ലസും പഠിക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷനും കോപ്പ് ഡോഗ്ലാസും CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസിയാണ്. അങ്ങനെ ചെറിയൊരു ഫോർമുലയും കുറച്ച് തിയറട്ടിക്കൽ മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡീപ്പായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു മൊഡ്യൂള് എല്ലാ മാത്സുകാർക്കാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കാണെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. പിന്നെ വരുന്നത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ കോസ്റ്റ് തിയറീസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണ്, കോസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണ്, പിന്നെ ട്രഡീഷണലും മോഡേണും കോസ്റ്റ് തിയറീസ് എന്ന് പറയുമ്പോൾ
കർവ്സിന്റെ ഷേപ്പ് മാറും. അതായത് നമുക്ക് TVC, ടോട്ടൽ കോസ്റ്റുകളും ആവറേജ് കോസ്റ്റുകളും പഠിക്കണം. കോസ്റ്റിന്റെ കർവ് ജസ്റ്റ് പഠിച്ചു വെക്കണം. ഈസി കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് മോഡൽസ്. ഇവിടെ നേരത്തെ കൊമേഴ്സിൽ നിന്ന് മൊഡ്യൂൾ 9 മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് അതിൽ പഠിക്കും. ഓക്കെ, ആ മാർക്കറ്റ് ഫീച്ചേഴ്സിലെ ഓരോ മാർക്കറ്റിലും എങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ റിലേറ്റഡ് ആണ്. കൊമേഴ്സിലും മൊഡ്യൂൾ 9 പിന്നെ ഇക്കണോമിക് സിലബസും കുറച്ച് റിലേറ്റഡ് ആണ്. അപ്പൊ പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയാണ് ഓരോ പെർഫെക്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പെർഫെക്റ്റ് അല്ലാത്ത എല്ലാ മാർക്കറ്റ്സും വരും. ദാറ്റ് ഇസ് മോണോപോളി, ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ വെൽഫെയർ എക്കണോമിക്സ്. ദാറ്റ് ടു പ്യുവർ തിയറി ആണ്, എല്ലാവർക്കും പഠിക്കാം. ആൻഡ് പെരേറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ്. വേറൊരു കാര്യം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ടോ ഈ കൂട്ടത്തില്? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാം. എനി വൺ ഹു ഹാവ് അറ്റൻഡഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് കൃത്യമായി പഠിച്ച ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാ. ഒന്നുമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇക്കണോമിക്സ് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് സിമിലർ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ മൊഡ്യൂൾ 1 നിന്ന് തന്നെ കൺസ്യൂമർ സർപ്ലസും പിന്നെ ഈ പറയുന്ന കോൺസെപ്റ്റ് ഇൻ വെൽഫെയർ എക്കണോമിക്സ്, പെരേറ്റോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ്, ഈ 3 ടോപ്പിക്കേ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ ഇല്ലാത്തതുള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. അപ്പം അത്തരം എക്സാമിന് പ്രിപ്പയർ ചെയ്തവർക്ക് ഇത് ഈസി ആയിട്ട് മുന്നോട്ട് പോവാവുന്നതാണ്. സോ മൈക്രോ എക്കണോമിക്സിലെ 4 മാർക്സ് എല്ലാവർക്കും ഒന്ന് മനസ്സ് വെച്ചാൽ അച്ചീവ് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 2, ദാറ്റ് ഇസ് മാക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. അതും 4 മാർക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ പഴയ സിലബസിൽ റിസർച്ച് ഓഫീസറിന്റെ ഓൾഡ് സിലബസിലുള്ളതായിരുന്നു ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, അല്ലെ? അപ്പൊ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത് ആദ്യം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത് കുറച്ച് ഫാക്ച്വൽ ബേസ്ഡ് ആണ്, എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇറ്റ് ഇസ് ഈസി. ഇൻഫ്ലേഷനും അതിന്റെ ടൈപ്സും ഒക്കെയാണ്. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഒക്കെ ഈസിയാണ്. BOP ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഇതൊക്കെ മൊത്തം തിയറിറ്റിക്കൽ ആണ്. എക്കണോമിക്സ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാവുന്നതാണ്, എക്സെപ്റ്റ് 1 മൊഡ്യൂൾ. അത് ഞാൻ ഏതാ പറഞ്ഞുതരാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ മൊഡ്യൂൾ 2 മാക്രോ എക്കണോമിക്സ്. അടുത്തതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ നിന്ന് വരുന്നതാണ്. 4 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ഉള്ളത്. അപ്പം ആദ്യം കോൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, അതിന്റെ കോൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, പിന്നെ ഏതൊക്കെയാണ് ഡെവലപ്മെന്റ് മെഷേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഇൻഡീസസ് ഉണ്ട്, ഇൻഡെക്സുകൾ ഉണ്ട്. PQLI, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. ഇതൊക്കെ ഈസിയാണ്. കുറച്ച് എന്താണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് മാത്രം പഠിക്കാൻ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മെഷേഴ്സ് ഓഫ് പോവർട്ടി എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, ഓക്കെ, അതാണ് ഈ ആബ്സല്യൂട്ട് റിലേറ്റീവ്, ഹെഡ് കൗണ്ട് റേഷ്യോ, പോവർട്ടി ഗ്യാപ്പ് ഇൻഡീസസ്, MPI ഒക്കെ ഈസിയാണ്. പിന്നെ കുറച്ചും കൂടി ഒരു തിയറി വരുന്ന, ഇതൊക്കെ ബേസിക് കോൺസെപ്റ്റുകളാണ് കേട്ടോ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വരുന്നത് തിയറീസും മോഡൽസുമാണ്. അതായത് സെൻസ് കേപ്പബിലിറ്റി തിയറം, പിന്നെ HD മോഡൽ ആൻഡ് മഹാലനോബിസ് മോഡൽ ഓഫ് ഗ്രോത്ത്. HD എന്ന് പറയുന്ന ഹാരോഡ് ഡോമർ മോഡൽ ഓഫ് ഗ്രോത്ത്. അപ്പൊ ഇത് 2 ഗ്രോത്ത് മോഡൽസ് ആണ്. എനിക്ക് തോന്നുന്നു ഹാരോഡ് ഡോമർ മോഡൽ കുറച്ചുകൂടി
മാത്തമെറ്റിക്കൽ ലെവലിലേക്ക് പോകുന്ന ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ വരുന്ന മോഡലാണ്. പക്ഷെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിയറിറ്റിക്കൽ പാർട്ട് അതിന്റെ വരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ മഹാലനോബിസ് മോഡൽ ഓഫ് ഗ്രോത്ത്, പിന്നെ ഇതൊക്കെ ഈസി തിയറീസ് ആണ്. ഓക്കെ, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് 3 ഈസി തിയറീസ് ആണ്. ബിഗ് പുഷ് തിയറി, ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്. ദെൻ കംസ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇന്ത്യൻ ഇക്കോണമി റിലേറ്റഡ് കാര്യങ്ങളാണ്. 4 മാർക്സ് തന്നെയാണ്. ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റിംഗ് ഇൻ ഇന്ത്യ ആണ് മൊഡ്യൂളിന്റെ നെയിം. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇംബാലൻസസ്, അതായത് ഇന്ത്യന്റെ ഫെഡറൽ ഫിനാൻസ് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഫിനാൻസിനെ കുറിച്ച്, ഇന്ത്യയിലെ സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഫിനാൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, വീണ്ടും കുറെ ഫാക്ച്വൽ കാര്യങ്ങളാണ്, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ആർക്കും. എക്കണോമിക്സുകാർക്ക് എന്തായാലും ഇതൊക്കെ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ എക്സാമിനും, അല്ലെ? എക്കണോമിക്സ് സബ്ജക്ട് വരുന്ന ഏത് എക്സാമും ഇനി PG കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഇനി നെറ്റിന് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അതും പഠിച്ചിട്ടുണ്ടാവും. അപ്പം എക്കണോമിക്സുകാർക്ക് ഇതൊക്കെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ളവർക്കും ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഇതായി തോന്നാം, പുതിയ കോൺസെപ്റ്റ് ആയി തോന്നാം. പക്ഷെ കുറച്ച് ഒരു ടൈം സ്പെൻഡ് ചെയ്താൽ മാത്സുകാർക്കും സ്റ്റാറ്റിക്കാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ ഒരുപോലെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫാക്ച്വൽ ആണ്, കോൺസെപ്റ്റുകളാണ്, തിയറീസ് ആണ്. വായിച്ചാലും കേട്ടാലും ഒക്കെ ക്ലാസ് കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു. പിന്നെതാ ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 15th സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്, ചാലഞ്ചസുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏത്? ബഡ്ജറ്റിംഗ് ഇൻ ഇന്ത്യ വാസ് ദെയർ ഇൻ ദി ഓൾഡ് സിലബസ് ഓഫ് റിസർച്ച് ഓഫീസർ. സോ ബഡ്ജറ്ററി പ്രൊസീജിയർ നമ്മൾ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. പിന്നെ അതിലുള്ള പബ്ലിക് അക്കൗണ്ട്, കൺസോളിഡേറ്റഡ് ആൻഡ് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഫോം ഓഫ് GST കുറിച്ച് കൂടുതൽ പഠിക്കും. പിന്നെ FRBM ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 ഉള്ളത്. അടുത്തതാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 3 മാർക്സ്. അപ്പം 4 മൊഡ്യൂൾസ് 4 മാർക്സും ഇനി വരുന്ന 3 മൊഡ്യൂൾസ് 3 മാർക്സുമാണ് ഉള്ളത്. സോ 5ാമത്തെ മൊഡ്യൂൾ ഇസ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഓഫ് ഇന്ത്യ. ഇവിടെ നാഷണൽ ഇൻകത്തിന്റെ സെക്ടറൽ കമ്പോസിഷൻ ട്രെൻഡ്, ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ്, ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. പ്ലാനിങ്, റോൾ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യാസ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. പ്ലാനിങ് കമ്മീഷൻ, നീതി ആയോഗ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ റോൾ ഓഫ് പ്ലാനിങ് പറയുമ്പോൾ കുറച്ചും കൂടി 5 ഇയർ പ്ലാൻസിന്റെ ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോഴാണ് ഒരു സിലബസ് ചേഞ്ച് വന്നത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിവേ നിങ്ങൾക്ക് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. 5 ഇയർ പ്ലാൻസും അതുപോലെ തന്നെ നീതി ആയോഗും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇനി പുതുതായിട്ട് ഉണ്ടാവാതാ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ്, നാഷണൽ ഇക്കോണമിയിൽ വരുന്ന ഡിഫറെന്റ് സെക്ടേഴ്സ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടറിന്റെ മേജർ ഇന്റർവെൻഷൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കും. അതും എനിക്ക് തോന്നുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി 3 സെക്ടറിനെ കുറിച്ച് പഠിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്നു. ബട്ട് കുറച്ച് മേജർ ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ആവാനും കുറച്ച് കാര്യങ്ങൾ വേണ്ട ഉള്ളതും ഉണ്ടാവും. സോ അത് നമുക്ക് പഠിക്കാം. അടുത്തതാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ പ്രൊഫൈൽ ഓഫ് ദി ഇക്കോണമി ഓഫ് കേരള. കേരള ഇക്കോണമിനെ കുറിച്ചുള്ളൊരു മൊഡ്യൂളാണ്. 3 മാർക്സ് തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിനും ഉള്ളത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ത്യൻ, എനിക്ക് തോന്നുന്നു ഓൾഡ് സിലബസിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ അങ്ങനെ പഠിച്ചിരുന്നു അല്ലെ, GSDPയിലേക്ക് സെക്ടറൽ കമ്പോസിഷൻ. അതുപോലെ തന്നെ കേരള ഇക്കോണമിന്റെ ട്രെൻഡ് നമ്മൾ പഠിക്കും. ഓക്കെ, കേരള ഇക്കോണമിന്റെ ട്രെൻഡ് ഇൻ സെക്ടറൽ GSDP നമ്മൾ പഠിക്കും. റെമിറ്റൻസ് ഇക്കോണമി ഓഫ് കേരള ഇക്കോണമിന്റെ റെമിറ്റൻസിനെ കുറിച്ച് പഠിക്കും. സ്റ്റേറ്റിലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കും. പിന്നെ റോൾ ആൻഡ് റെലവൻസ് ഓഫ് KIIFB, MSME സെക്ടർ, ഇഷ്യൂസ് ഓഫ് കേരളാസ് ഗ്രോയിങ് കെയർ ഇക്കോണമി. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിലിപ്പം മേജർ കാര്യങ്ങൾ പഠിക്കാം. അതായത് കേരള ആൻഡ് ട്രെൻഡ്, കേരളത്തിലെ ട്രെൻഡ്, സെക്ടറൽ കമ്പോസിഷൻ, GSDPയിലേക്കുള്ള സെക്ടറൽ കമ്പോസിഷൻ ട്രെൻഡ് പഠിച്ചു വെക്കുക. റെമിറ്റൻസ് പഠിക്കുക. KIIFBന്റെ റെലവൻസ് പഠിച്ചു വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു പ്യോർ തിയറി ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പം ഈ പറയുന്ന 6 മൊഡ്യൂൾസും നിങ്ങളെ ടൈം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എക്കണോമിക്സ് ആർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ബാക്കി 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അതുപോലെ മാത്തമാറ്റിക്സ് ആൻഡ് കൊമേഴ്സ്, ബാക്കി 3 പേരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം അനുസരിച്ച് 4 മാർക്സിന്റെ ഉള്ളത് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ബാക്കി കഴിയുന്നതനുസരിച്ച് എന്തായാലും പഠിക്കാന്നാ പറയാനുള്ളത്. ബിക്കോസ് 1 to 6 മൊഡ്യൂൾസ് കംപ്ലീറ്റ്ലി തിയറിയാണ്. ചെറിയ ചെറിയ ഫോർമുലാസ്, ചെറിയ ചെറിയ ഗ്രാഫുകൾ മാത്രം വരുന്നുള്ളൂ. ഓക്കെ. അടുത്തതാണ് മൊഡ്യൂൾ 7, ദാറ്റ് ഇസ് ബേസിക് ഇക്കണോമെട്രിക്സ്, 3 മാർക്ക്. ഇവിടെ ആയിരിക്കും ചിലപ്പം ഐ തിങ്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ മാത്തമാറ്റിക്സിലുള്ളവർക്ക് ബേസ് ഉള്ളതുകൊണ്ട്, റിഗ്രഷന്റെ ഒക്കെ ബേസ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊമേഴ്സുകാർക്ക് ആയിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യത. സോ കഴിയുന്ന പോലെ പഠിക്കാം. ഇവിടെ ബേസിക് എക്കണോമെട്രിക്സിലുള്ളത് അത് ഞാൻ പറഞ്ഞ പോലെ വെരി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ പഠിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് റാൻഡം വേരിയബിൾ, ഇക്കണോമെട്രിക് മോഡലിലെ റാൻഡം വേരിയബിളിന്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, പിന്നെ CLRM ദാറ്റ് ഇസ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിനെ കുറിച്ച് പഠിക്കുക, ഗോസ് മാർക്കോഫ് തിയറം, ഡമ്മി വേരിയബിളിന്റെ യൂസസ് പഠിക്കാം, പിന്നെ റിഗ്രഷൻ മോഡൽ ഇൻ എക്കണോമെട്രിക്സ്. അപ്പോൾ റിഗ്രഷൻ ഒക്കെ അറിയുന്നവർക്ക് ഈ ഒരു മൊഡ്യൂളിൽ കുറച്ചും കൂടി സ്കോർ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാനും പറ്റാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് പോകുന്നത്. ഓക്കെ. ഇനി ഈ സിലബസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകേണ്ടത്. ഒരു നിർബന്ധമില്ല ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനേക്കാൾ നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയും പോവാം. ഓക്കെ. ഒരു ഡെയിലി സ്ട്രക്ചർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു 2 to 3 hours, അറ്റ്ലീസ്റ്റ് 2 hours എക്കണോമിക്സിന് വേണ്ടി മാറ്റി വെക്കാം. ബാക്കി സ്റ്റാറ്റി, മാത്തമാറ്റിക്സ് ആൻഡ് കൊമേഴ്സ്, ഇത് 3ഉം ഒരേപോലെ തന്നെ ഈ 4 സബ്ജക്റ്റിനും ഡെയിലി നിങ്ങൾ ടൈം കണ്ടെത്തണം. ഓക്കെ. മുന്നേ പഠിച്ച പോലെയോ അല്ലെങ്കിൽ ബാക്കി വേറെ ഏതെങ്കിലും എക്സാമിന് പഠിച്ച പോലെയോ കുറച്ച് സമയം മാത്രമല്ല, സീരിയസ് ആയിട്ട് ഈ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നമ്മളെല്ലാവരും, അല്ലെ? നമ്മളെല്ലാവരും ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും സീരിയസ് ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യണം എന്ന് വെച്ച് വന്നവരാണ്. അപ്പൊ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ഒരു 56 ദിവസങ്ങൾ ഒന്ന് നമ്മളെ പുഷ് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമാണ്. സോ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും ടൈം അലോട്ട് ചെയ്യാം. അപ്പൊ 2 to 3 hours നമ്മൾ എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ്, ഓരോ ടോപ്പിക്കും പഠിക്കാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. വീഡിയോസ് കാണാം, അതിനനുസരിച്ച് ഷോർട്ട് നോട്ട്സ് എഴുതിയെടുക്കുക, അത് പഠിക്കാം. ഓക്കെ. അടുത്തത് 1 hour you have to devote for solving the multiple choice questions. MCQ എക്സാം ആണ്. MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ മാത്രമായിട്ട് 1 hour നിങ്ങൾ മാറ്റിവെക്കണം. അത് എക്കണോമിക്സിന്റെ മാത്രം 1 hour ഡിവോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ടൈം കുറവാണ്. സോ ഒരു 1 to 2 hour നിങ്ങൾ അതായത് കംപ്ലീറ്റ് റിസർച്ച് ഓഫീസറിന്റെ സിലബസിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇനി അടുത്തത് റിവൈസ് വീക്ക്ലി പോർഷൻസ്. അതായത് ഞാനിവിടെ ഓരോ വീക്കിനും ഉള്ള ഏതൊക്കെ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എൻഡ് ഓഫ് ദ വീക്ക്, സോ മൺഡേ സ്റ്റാർട്ട് ചെയ്ത് സൺഡേ വരെ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ സൺഡേ ആവുമ്പോഴേക്കും അല്ലെങ്കിൽ മൺഡേ ന്യൂ മൊഡ്യൂൾ തുടങ്ങുന്ന മുന്നേ നിങ്ങൾ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ റിവിഷൻ ക്യാൻ ബി ഇൻ എനി വേ. MCQs സോൾവ് ചെയ്ത് റിവൈസ് ചെയ്യാം, മൈക്രോ എക്കണോമിക്സിലെ മാത്രം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് ചെയ്ത് റിവൈസ് ചെയ്യാം. സോ എങ്ങനെയാണെങ്കിലും യു ഹാവ് ടു റിവൈസ്. ബിക്കോസ് നമ്മളിങ്ങനെ പഠിച്ചു മാത്രം പോയാൽ പോരാ. 56 ദിവസം കഴിഞ്ഞ് ഈ 56 ദിവസം പഠിച്ച കാര്യങ്ങൾ നമുക്ക് അതായത് ഒരു ദിവസം പഠിക്കുന്നത് അല്ല മറ്റേ ദിവസം പഠിക്കുന്നത്. അപ്പൊ ഈ 56 ദിവസം നമുക്ക് ഉള്ളത് മൈൻഡിൽ നിൽക്കണം എന്നില്ല. സോ കോൺസ്റ്റന്റ് റിവിഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ വീക്ക്ലി റിവിഷൻ എന്തായാലും വേണം. ഡെയിലി റിവിഷൻ അന്നന്ന് പഠിച്ചത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് എന്താ പഠിച്ചെന്ന് ഫുള്ളിരുന്ന് വീണ്ടും പഠിക്കണം എന്നല്ല, ആ ബേസിക് പോയിന്റ്. ഓക്കെ, ഞാൻ ഇന്ന് പഠിച്ചത് ഇൻഡിഫറൻസ് കർവ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഡെഫിനിഷൻ ഒന്ന് ഓർക്കുക. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ജസ്റ്റ് വെരി കോർ പോയിന്റ്സ് ഓർത്തെടുക്കുക ഡെയിലി.
വീക്ക്ലി അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. സോ വീക്ക് 1 മൈക്രോ എക്കണോമിക്സ് ഞാൻ ഈ 4 വീക്സും എന്താ ചെയ്തതെന്ന് വെച്ചാൽ 4 മാർക്സ് ഉള്ളതാണ് മുന്നിൽ വെച്ചത്. ഓക്കെ, മൈക്രോ, മാക്രോ, ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റിംഗ് ഇൻ ഇന്ത്യ, ഇതിനെല്ലാത്തിനും 4 മാർക്കാണ്. അപ്പൊ 4 ആഴ്ചകളിലേക്കായിട്ട് ഞാൻ ഡിവോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് 8 ആഴ്ചയാണ് ഈ എക്സാമിനുള്ളത്. സോ 4 ആഴ്ച ഇങ്ങനെയായി. ഇനി നമുക്ക് 3 മൊഡ്യൂളും കൂടി ബാക്കിയുണ്ട്. സോ വീക്ക് 5 ഞാൻ ബേസിക് എക്കണോമെട്രിക്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് 3 മാർക്കുള്ളതാണ് ബാക്കി 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും മുന്നോട്ട് ഞാൻ വെച്ചത് ബേസിക് എക്കണോമെട്രിക്സ് ആണ്. ബിക്കോസ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ടൈം എടുക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വെച്ചത്, വീക്ക് 5 ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക് 1 പഠിക്കാം, ഞാൻ പറഞ്ഞല്ലോ. ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ, ചിലപ്പം മൈക്രോ മാക്രോ ഒക്കെ നല്ല അറിയുന്ന എക്കണോമിക്സുകാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീക്ക് ഏരിയ എന്താണോ അത് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. ഓക്കെ, അടുത്തത് വീക്ക് 6 ആവുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 2 മൊഡ്യൂൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഓഫ് ഇന്ത്യ ആൻഡ് എ പ്രൊഫൈൽ ഓഫ് ഇക്കണോമി ഓഫ് കേരള. ഓക്കെ, ഇത് രണ്ടും ഈ സെയിം വീക്കിന് ഇടാൻ കാരണം ഒന്നാമത്തെ ഷോർട്ട് മൊഡ്യൂൾസ് ആണ്. നമ്മൾ വേറൊരു വീക്ക് ഇല്ല. ഷോർട്ട് മൊഡ്യൂൾസും ആണ്. നമ്മൾ നേരത്തെ പഠിച്ച, അതായത് ഓൾഡ് സിലബസിലുള്ള ടോപ്പിക്സും ഈ 2 മൊഡ്യൂളിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് രണ്ടും ഒരുമിച്ചിട്ട്. അത് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഈ 2 മൊഡ്യൂൾ ഞാൻ ഒരു വീക്കിലേക്ക് ഇട്ടത്. സോ നിങ്ങൾക്ക് ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. വീക്ക് 7 ആൻഡ് വീക്ക് 8 കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. ഈവൺ ഇഫ് യു ഹാവ് മോർ ടു സ്റ്റഡി. വീക്ക് 6 കഴിഞ്ഞിട്ട് ഇനി കവർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ ടു സ്റ്റോപ്പ് ദെയർ. പുതിയ പോർഷൻസ് വീണ്ടും പഠിക്കാതെ ഉള്ള പോർഷൻസ് എന്ത് ചെയ്യുക, റിവിഷൻ. വീക്ക് 7 ഇസ് റിവിഷൻ. ദറ്റ് ഇസ് ഫുൾ സബ്ജക്ട് റൊട്ടേഷൻ ആണ് ഞാൻ വെച്ചത്. എക്കണോമിക്സ് മാത്രം റിവൈസ് ചെയ്യാനല്ല. വീക്ക് 7 നിങ്ങൾ 4 സബ്ജക്റ്റും ഈക്വലി ടൈം കൊടുത്ത് റിവൈസ് ചെയ്യാം. ഓക്കെ, വീക്ക് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടെസ്റ്റ് പ്ലസ് ഫൈനൽ ലാപ്പ് ഓഫ് റിവിഷൻ. മാക്സിമം ടെസ്റ്റ് എടുക്കാം. ഓക്കെ, മാക്സിമം ടെസ്റ്റ് എടുക്കാം. ഈ ടെസ്റ്റും ഫൈനൽ റിവിഷൻ എന്ന് പറയുമ്പോൾ വീക്ക് 8 സ്പെസിഫിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ടു ഡു ഇസ് ഫസ്റ്റ് ടേക്ക് സബ്ജക്ട് ടെസ്റ്റ്, അതായത് ഓരോ സബ്ജക്റ്റിലെ ടെസ്റ്റും സെപ്പറേറ്റ്ലി എടുക്കാം. ഓക്കെ, പിന്നെ മിക്സഡ് ആയിട്ടും എടുക്കാം. സോൾവ് PYQ. സോൾവ് PYQ എന്ന് പറയുമ്പോൾ എക്കണോമിക്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം കുറെ പുതിയ ടോപ്പിക്സ് വന്നിട്ടുണ്ട്. അപ്പൊ റിസർച്ച് ഓഫീസറിൽ മാത്രം ഫോക്കസ് ചെയ്യാന്നല്ല ഈ സോൾവ് PYQ എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫറെന്റ് PSCയിൽ തന്നെ വരുന്ന ഡിഫറെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാവുന്നതാണ്. അത് ഏതൊക്കെ സോഴ്സസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ സോഴ്സസ് ആണ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്, സെപ്പറേറ്റ് ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോ മാക്സിമം ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടേ നിൽക്കാം. സബ്ജക്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റിൽ നിന്ന് ചെയ്യാം. പിന്നെ ഷോർട്ട് നോട്ട് റിവിഷൻ, പഠിക്കുന്ന സമയത്ത് വെച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ടും വെരി ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ട് ടെസ്റ്റ് എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ നിൽക്കാം. ഓക്കെ, ഇനി ഇക്കണോമിക്സ് ഫോക്കസ് പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ, അതായത് വീക്ക് 8 നിങ്ങൾ ചെയ്യേണ്ട എക്കണോമിക്സ് ഫോക്കസ് പ്രിപ്പറേഷൻ, എക്കണോമിക് സബ്ജക്റ്റിനൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്? 7 മൊഡ്യൂൾസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, കംപ്ലീറ്റ്ലി പഠിച്ചു എന്നല്ല, നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്നതൊക്കെ പഠിച്ചു. ഇനി ആ പഠിച്ചതിൽ വീക്ക് ഏരിയാസ് ഏതാണ്? പഠിക്കാത്തത് പോയി കാണാൻ നിൽക്കരുത്, പഠിക്കാൻ നിൽക്കരുത്. കാരണം ടൈം ഇനിയില്ല. അപ്പം പഠിച്ചത് നിങ്ങൾ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ വീക്ക് ഏരിയ ഏതാണ്, എവിടെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാത്തത്, എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, ഓർത്ത് വെക്കേണ്ട ഡെഫിനിഷൻസും കോൺസെപ്റ്റ് ചെയ്തൊക്കെ അതൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കുക. ഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് ഉള്ളത്, ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോമൺ മിസ്റ്റേക്സ് വിച്ച് യു ഷുഡന്റ് ഡു. കുറച്ച് കോമൺ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ട്രൈങ് ടു കംപ്ലീറ്റ് എവറിത്തിങ് പെർഫെക്റ്റ്ലി. നേരത്തെ വിഷ്ണു സാറും പിന്നെ അതുപോലെ തന്നെ അനന്ത് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ദിസ് എക്സാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത്, അതായത് എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് വിചാരിക്കാം. ആ റാങ്ക് ലിസ്റ്റിൽ വന്ന ആ സ്റ്റുഡൻസ്
ആ റാങ്ക് ലിസ്റ്റിൽ വന്നവര് എന്ത് ചെയ്തു എന്നല്ല, കംപ്ലീറ്റ് സിലബസ് അടിമുടി പഠിച്ചു എന്നുള്ളതല്ല. വാട്ട് ദേ ഡിഡ് ഇസ് ദേ അപ്രോച്ച്ഡ് ദിസ് എക്സാം ഇൻ എ സ്മാർട്ട് വേ ഓർ ഇൻ എ ബെറ്റർ വേ. ഓക്കെ, അതായത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു എക്സാമിനെ അവര് അപ്രോച്ച് ചെയ്തു. അല്ലാതെ കംപ്ലീറ്റ്ലി സിലബസ് ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചു എന്നുള്ളതല്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ട്രൈങ് ടു കംപ്ലീറ്റ് എവറിത്തിങ് പെർഫെക്റ്റ്ലി ഇസ് എ വെരി കോമൺ മിസ്റ്റേക്ക്. ഓക്കെ, വൈസായിട്ട് പഠിക്കാം. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും, അങ്ങനെ പല കോഡുകളും ഉപയോഗിച്ച് പഠിക്കാം, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാം, പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ഈ 56 ദിവസം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്തത് ലാക്ക് ഓഫ് റിവിഷൻ. നിങ്ങളിപ്പം ഈ 7 മൊഡ്യൂൾസ് ഒന്നും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ കവർ ചെയ്തു, എന്നാൽ നിങ്ങൾ റിവൈസ് ചെയ്യാതെ നേരെ എക്സാമിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഓർത്തെടുക്കാൻ പറ്റില്ല. ഡേ 1 പഠിച്ചത് ഡേ 57th ഡേ നമ്മൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് നിങ്ങൾക്ക് ബുദ്ധിക്കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വന്നിട്ടോ ഒന്നുമല്ല. മനുഷ്യന്മാരായാലും മറക്കും പഠിച്ചത്. ഓക്കെ, സോ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറഞ്ഞ ഡെയിലി റിവിഷൻ നല്ലതാണ്, വീക്ക്ലി റിവിഷൻ നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ടും ബാക്കോട്ടും പോകുന്ന, അതായത് ബാക്കോട്ട് പോകുന്ന ആളുകൾ എന്താണ്, റിവിഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ MCQs ചെയ്യുന്നത് കുറവായിരിക്കും. മുന്നോട്ടെത്തുന്നവരുടെ സ്ട്രാറ്റജീസിൽ ഉറപ്പായിട്ടും ഏതൊരു എക്സാമും, ഈവൻ സിവിൽ സർവീസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്റർവ്യൂസ് എടുത്തു നോക്കിയാൽ അവിടെ പറയുന്ന ഒരു കാര്യം ഇസ് റിവിഷൻ. ഓക്കെ, റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അടുത്തത് ഇഗ്നോറിങ് MCQs. യാതൊരു കാരണവശാലും, ഓക്കെ, നിങ്ങൾ തിയറി ക്ലാസ് ഒക്കെ കേട്ടു, നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു, റിവൈസ് ചെയ്തു, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് എന്തിനാ സോൾവ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, പല എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നതും പിന്നീട് ക്രാക്ക് ചെയ്യാൻ പറ്റിയതും എനിക്ക് MCQs സോൾവ് ചെയ്തിട്ടാണ്. സോ നിങ്ങളൊരു കോൺസെപ്റ്റ് ഇനി വീഡിയോ ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ, അപ്പൊ ആ കോൺസെപ്റ്റ് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് യൂസിങ് ടു മെനി സോഴ്സസ്. ഒരുപാട് സോഴ്സസ് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അതായത് ഇപ്പൊ മൈക്രോ ഇക്കണോമിക്സിന്റെ ഒരു 4-5 ടെക്സ്റ്റ്, അല്ലെങ്കിൽ മാക്രോന്റെ ഒരു 3-4 ടെക്സ്റ്റ് റെഫർ ചെയ്യുക, ഒരു കാര്യവും ഇല്ല. എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിംഗിൾ നോട്ടും ക്ലാസ്സസും വെച്ചിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് എക്സാമിന്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വെസ്റ്റേൺ റെഫറൻസ് സോഴ്സസ് ഉണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ആർ: 1 is statistical assistant, സെക്കൻഡ് ഇസ് റിസർച്ച് അസിസ്റ്റന്റ്, തേർഡ് ഇസ് റിസർച്ച് ഓഫീസർ. അതായത് റിസർച്ച് ഓഫീസർ കുറച്ച് ടോപ്പിക്സ് മാറിയിട്ടില്ലല്ലോ, അപ്പൊ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. റിസർച്ച് അസിസ്റ്റന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ വരുന്ന സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമിലർ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാം. ഡിഗ്രി ലെവൽ ഓർ PG ലെവൽ PSC എക്സാം വിത്ത് ഇക്കണോമിക്സ് ആസ് എ സബ്ജക്ട്. അപ്പൊ എക്കണോമിക്സ് സബ്ജക്ട് ആയിട്ട് വരുന്ന ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവൽ PSC എക്സാംസ് ഉണ്ടാവും. അപ്പം കോമൺ ടോപ്പിക്സ് എന്തായാലും ഫോർ ഷുവർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എക്സാംസ് ഇപ്പൊ നേരത്തെ വിഷ്ണു സാറ് പറഞ്ഞു, കൊമേഴ്സിലും ഒരുപാട് എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട് PSCയിൽ. എല്ലാത്തിലും ഇപ്പം കൊമേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ്, മാത്സ് റിലേറ്റഡ് എന്തോ ആയിക്കോട്ടെ, അടിമുടി സിലബസ് മാറ്റില്ല. ഒരു ടോപ്പിക് പോലും സിമിലർ ഇല്ലാത്ത ഒരു എക്സാംസും ഉണ്ടാവില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഡിഗ്രി ലെവലോ PG ലെവൽ PSC എക്സാംസ് ഈ പറയുന്ന സബ്ജക്ട്സ് വരുന്നതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ റെഫറൻസസ് ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യാവുന്നതാണ്. സെറ്റ് എക്കണോമിക്സിൻ്റെത് എടുക്കാം, HSST എക്കണോമിക്സിന്റെ എടുക്കാം, നെറ്റ് എക്കണോമിക്സിൻ്റെതും എടുക്കാം. പക്ഷെ അത് വേണമെങ്കിൽ എക്കണോമിക്സുകാർക്കാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളവർ ചെയ്യണ്ടെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി നെറ്റ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണല്ലോ, അപ്പം UGC നടത്തുന്നത് കൊണ്ട് അതായത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ടോപ്പിക് തന്നെയാണ് കുറെയൊക്കെ, പക്ഷെ എന്താണ് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ചോദിക്കുക. സോ
നല്ലത് നെറ്റ് എക്കണോമിക്സ് ഇപ്പൊ നോക്കാത്തതാണ്, ബട്ട് ഓൾ ദീസ് സോഴ്സസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് എനിക്ക് എന്റെ സബ്ജക്ട് സ്പെസിഫിക് പറയാനായിട്ടുള്ളത്. സോ താങ്ക് യു ഡിയേഴ്സ്, ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എക്കണോമിക്സിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ഫീഡ്ബാക്ക് തരാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് നമ്മൾ ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും. സോ താങ്ക് യു.